ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനഡാറ്റ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണനയില എന്ന് പറയുന്ന ആ ഒരു അയിലയാണ് കേട്ടോ. ഞാൻ പറയുന്നത് തൃശ്ശൂർ സ്ലാങ്ങിലാണ്. അതുകൊണ്ട് മറ്റേ പുറമേയുള്ള കോട്ടയം അതുപോലുള്ള സ്ഥലങ്ങളിലുള്ളവർ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. ഇത് കണ്ണനയിലയാണ്. അതായത് ഇതിൻ്റെ കണ്ണനെ കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും പേടിയാവും. കൈ കൊണ്ട് കാണിച്ച് ഞാൻ തന്നെയാണ് ഈ കണ്ണനയിലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ സൈഡിൽ വലിയൊരു മുള്ളുണ്ട്. അതാണ് ഈ കണ്ണനയിലയുടെ വലിയൊരു പ്രത്യേകത. കാണുമ്പോൾ വലിയൊരു അയില പോലെ തോന്നിക്കുമെങ്കിലും പക്ഷെ അതിൻ്റെ സൈഡിൽ ഒരു പ്രത്യേകതരം മുള്ളുകളുണ്ട്. അത് ഇങ്ങനെ ചെറിയ കത്തി കൊണ്ട് വളരെ നൈസായിട്ട് ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ആ മുള്ളിനെ മൊത്തം നമുക്ക് അവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ പ്രവൃത്തിയല്ല. വളരെ സിമ്പിളായിട്ട് വാലിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ചാൽ മാത്രമാണ് ആ ചെറിയ മുള്ള് ഇങ്ങനെ നമുക്കത് മൊത്തം വളരെ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമാണ്. പലരും ഈ അയില മേടിക്കാറില്ല. കാരണം എന്താണെങ്കിൽ ഈ കണ്ണനയില എന്ന് പറഞ്ഞത് മറ്റുള്ള അയിലകളെ പോലെ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ പരമാവധി ഈ അയിലയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. ഞാൻ പിന്നെ എന്തായാലും വലിയ അയിലയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 കണ്ടപ്പോൾ വലിയൊരു ആഗ്രഹം തോന്നിച്ചു. എങ്കിൽ ഇനി അതാവാം. ഇതിൻ്റെ ചിറകുകളും മറ്റും മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കത്തര കൊണ്ടാണ് വെട്ടുന്നത്. കാരണം ഇതിന് അത് വലിയ വലുതാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് അത് കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സാധാരണ മറ്റുള്ള മീനുകൾ പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സൈഡിലത്തെ മുള്ളുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അത് പെട്ട് കഴിഞ്ഞ് വളരെ ഒരു വിഷമകരമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിത് ഒന്ന് പരിചയപ്പെടുത്താൻ കാരണം എന്താണെങ്കിൽ, വെറുതെ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെ ഇപ്പോൾ ഒരു മീൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല എപ്പിസോഡിലും ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മളറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിന് ചതമ്പലുണ്ടായിട്ടല്ല, എങ്കിലും അതിൻ്റെ മുകളിൽ പറ്റുന്ന ചില കടലിലായാലും പുഴകളിലായാലും മീൻ വെള്ളത്തിലൊക്കെ കിടക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൽ കുറേ നാൾ മീൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വർഷങ്ങളായിട്ട് ഇതിനിപ്പോൾ ചിലപ്പോൾ 2-3 വയസ്സൊക്കെ ആയിണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്ര നാളും കടലിൽ കിടക്കുമ്പോൾ വെള്ളത്തിൽ നമ്മളൊരു സാധനം എന്തെങ്കിലും ഇടുകയാണെങ്കിൽ പൂപ്പായി എന്നൊക്കെ പറയണ പോലത്തെ കാര്യങ്ങൾ ഈ മീൻ ഇത്ര വർഷം ഇങ്ങനെ കടലിൽ കിടക്കുമ്പോൾ സംഗതി നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഉപ്പുള്ള വെള്ളത്തിലാണെങ്കിൽ പോലും അവരുടെ മുകളിൽ ഒരു പ്രത്യേകത ഒരു പാട പോലെ ഇങ്ങനെ രൂപപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചതമ്പലില്ലെങ്കിൽ പോലും ഈ കത്തി കൊണ്ടോ മറ്റേ കത്തര കൊണ്ടോ അത് പൊതുവെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ അതിന് പറയുക സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകൂടി കഴുകാം. അല്ലെങ്കിൽ സാധാരണ പഴയ ആളുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള വലിയ മീനുകളാണെങ്കിൽ ചിലപ്പോൾ ചതമ്പിൽ പോകാനൊക്കെ നമ്മൾ പണ്ട് അലക്കുന്ന കല്ലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചിലപ്പോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വലിയ മീനുകളാണെങ്കിൽ. ഇത് പിന്നെ കടലിലെ മീനുകളാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നമുക്കങ്ങനെ ചതമ്പൽ ഇല്ലെങ്കിൽ തന്നെയും അതിങ്ങനെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ അത് വീണ്ടും 2ാമത്തെ എടുത്തു. മറ്റേത് ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അത് കഷ്ണങ്ങളാക്കി നമ്മൾ വറക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി ഇതാണ് ആ മുള്ള്. ഈ കണ്ണനയില എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പല വീഡിയോയിലും പലരും പറയണ പോലെ മറ്റുള്ള മീനുകളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത നമുക്കത് നന്നാക്കി എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിൽ അത് പോയാൽ തന്നെ നമ്മൾ ഇപ്പോൾ വേറെ വർക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അത് നുറുക്കിയിട്ട് നമ്മളത് വറക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വരയിട്ട് കൊണ്ട് ചെയ്യുമ്പോൾ ഉപ്പും മുളകും അത് പിടിക്കുന്നതിനും അതുപോലെ തന്നെ കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് പിന്നെ ചട്ടയിലിട്ട് വറക്കുക എന്നുള്ള ഒരു കാര്യമാണ്
ചെയ്യേണ്ടത്. ഇതിപ്പോൾ ചെയ്യണ പോലെ തന്നെ പതുക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടലിൽ 2-3 വർഷം കിടന്നതിന് ശേഷമുള്ള അതൊക്കെ പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലരെന്താണെങ്കിൽ അത് ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താണെങ്കിൽ അതിന് ചിദംബരമില്ലാത്ത കാരണം കൂടുതലായിട്ട് അങ്ങനെ കത്തി കൊണ്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചെറിയ മീനുകൾ അത്രയും ചെറുപ്പം തൊട്ട് തന്നെ കടലിലാണ് കിടക്കുന്നത്. ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതെന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം പറയണ പോലെ തോന്നിക്കരുത്. കാരണം അതാണ് അതിൻ്റെ സിസ്റ്റം. അത് കുറേ നാൾ കിടക്കുമ്പോഴുണ്ടാകുന്ന ഇപ്പം മീൻ ഉറങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിക്കണ പോലെ ഇതിൻ്റെ കൂടെ ഒരു തമാശ ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. മീൻ എങ്ങനെയാണ് കണ്ണ് തുറന്നുറങ്ങണേ? മീൻ എപ്പോഴും കണ്ണ് തുറന്നിട്ടാണ് ജലോപരിതലത്തിൽ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ അവ എങ്ങനെയാണ് കണ്ണ് തുറന്നുകൊണ്ട് ഉറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് മീൻ ഉറങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം ഈ കണ്ണ് കൂടുതലുള്ള വലിയ കണ്ണായ കാരണമാണ് അതിൻ്റെ മുകളിലത്തെ ഒരു പാളികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണില്ല. നമ്മളിവരെ പൊരിക്കണതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ വളരെ പതുക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായി ഇങ്ങനെ മീൻ മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും രണ്ടാമത്തെ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ സാധാരണ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം നന്നാക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ വിചാരിക്കും ഒരു മീൻ നന്നാക്കുന്നത് എന്തുകൊണ്ട് ഇത്ര വലിയൊരു ചർച്ചയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവമാക്കി എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഇതായിപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ പോലെ അതിൻ്റെ കുണ്ടിയും കുടലൊക്കെ ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് വരട്ടാന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമാണിത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കാമെന്നൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ പലിഞ്ഞിലുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കയ്പ പോലത്തെ ഒരു ഒന്നുണ്ട്. മറ്റുള്ള മീനുകൾക്കൊന്നും കണ്ട് വരാത്തതൊരു ഇതാണ് കയ്പ. അത് കാണുന്നതാണ് കയ്പ. അതെടുത്ത് മാറ്റി വയ്ക്കണം എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലിഞ്ഞിലുണ്ട്. അതിൻ്റെ നല്ല ഒരു സമയത്താണെന്ന് തോന്നുന്നു അതിനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ പലിഞ്ഞിൽ എന്നാണ് പറയുക. തൃശ്ശൂർ ഭാഷയിൽ പലിഞ്ഞിൽ എന്നാണ് പറയും. മറ്റുള്ള ജില്ലകളിൽ ഇങ്ങനെ അതിൻ്റെ വേറെ വിധത്തിലായിരിക്കും അതിൻ്റെ പറയാം. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെയാണ് പറയുക. അതും ചിലപ്പോൾ നമ്മൾ വറക്കുകയാണെങ്കിലും വെക്കുകയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ടിട്ട് അത് ചെയ്യാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ചില നെയ്യുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഒരു വെട്ടുമീൻ മേടിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ തോന്നിച്ചു. കാരണം വലിയ കഷ്ണങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ കണ്ണനയില എന്ന് പറയുന്നത് തന്നെ ഈ കണ്ണൻ എന്നുള്ള പേര് വേറെ പല സ്ഥലങ്ങളിലും വേറെ പേരുകളായിരിക്കാം. അതിപ്പോൾ ഈ കണ്ണിൻ്റെതായ കാരണമായിരിക്കാം ഇങ്ങനെയുള്ളൊരു പേര് അവർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ സൈസിൽ വരുന്ന മറ്റുള്ള മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് വറക്കാൻ വലിയ കുഴപ്പമില്ല, അപ്പോൾ ചിലപ്പോൾ വെക്കാനും ആളെ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ ഒന്നൊരു സെറ്റാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. നമ്മൾ തന്നെ ക്യാമറയും തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ ഞാൻ തന്നെയായ കാരണം ഇതിന് ഞാൻ വീണ്ടും ഉപ്പും വെള്ളമൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ലെവലിലെത്തിച്ചതിന് ശേഷം പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇടണം എന്നുള്ള ഒരു വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ഭക്ഷ്യ സാധനങ്ങളായാലും അതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പം മഞ്ഞളുടെ കുത്ത് ഇഷ്ടമല്ലായിരിക്കാം എങ്കിൽ കൂടി അത് കുറച്ച് സ്വല്പം ചേർക്കുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞാൽ വെളുത്തുള്ളി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഈ വെളുത്തുള്ളി ചെറുതായിട്ട് ചേർത്ത് ശീലിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു എയിമായിട്ട്, അതായത് ഭക്ഷിക്കുവാൻ കുറച്ചും കൂടി നല്ല ഒരു ഇത് കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ സമയക്കുറവ് മൂലം കൂടുതലായിട്ട് അങ്ങനെ എടുക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ പാനിൽ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെ നമ്മളൊരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ഇനിയിപ്പോൾ അടിയിൽ പിടിച്ചാലും അതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അത് മൂടി വെച്ചു. വീണ്ടും അത് ഒരു സൈഡ് വെന്തു എന്ന് തോന്നിക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല ഒരു മീൻ മറക്കുന്നൊരു സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ
എന്തായാലും നല്ല മീനായിരിക്കാൻ തോന്നി. ഇപ്പോഴത്തൊക്കെ മീൻ വറക്കുമ്പോൾ, ചാളയൊക്കെ വറക്കുമ്പോൾ, നമ്മൾ മത്തി ഇതൊക്കെ വറക്കുമ്പോൾ സ്മെല്ല് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ അത്രയും നാളുകൾ പഴക്കമോ എന്തെങ്കിലും വല്ല രാസവസ്തുക്കളുടെ ഉപയോഗമായിരിക്കാം എന്നാണ് പലരും ഇവിടെ പറയുന്നത്. നമ്മൾ മാത്രമല്ല, ഇത് സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പണ്ടത്തെ മത്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ടേസ്റ്റ് മത്തിക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചു പോകും. കാരണം ഇന്നത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മായം ചേർക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു.